ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീപോർട്ട് ജോബ് അപ്ഡേറ്റ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വീഡിയോ എന്നുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ 2 അസാപ്പിൻ്റെ കോഴ്സുകളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പുകളുടെ 55 ഷിപ്പുകളുടെ വിവരങ്ങളാണ് ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 55ാമത്തെ എന്ന് പറയുന്നത് MSC സൃഷ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. അത് ശനിയാഴ്ച 16/11/2024 ശനിയാഴ്ച രാവിലെ 2 മണിയോടുകൂടി കൊളംബോയിലേക്ക് പോയി. 1000 കണ്ടെയ്നറുകളുടെ വർക്കാണ് MSC സൃഷ്ടിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പെന്ന് പറയുന്നത് എക്സ്പ്രസ് കാവേരിയാണ്. എക്സ്പ്രസ് കാവേരി 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ എത്തിച്ചേരുന്നത്. അതായത് 22ാമത്തേതും 39, 56 അങ്ങനെ 3 പ്രാവശ്യമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 171.99 മീറ്റർ നീളവും 27.6 മീറ്റർ വീതിയുമാണ് ഉള്ളത്. ഇതിൻ്റെ ഡ്രാഫ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.8 ഡ്രാഫ്റ്റ് വരുന്നത്. ഇതിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 17.5 ഇതിൻ്റെ സ്പീഡ് വരുന്നത്. അടുത്തതായി വന്ന് ചേർന്നിട്ടുള്ളത് എക്സ്പ്രസ് കാവേരി ജിബൂട്ടിയിൽ നിന്നാണ് വിഴിഞ്ഞത്തോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ തന്നെ എക്സ്പ്രസ് കാവേരി ഉണ്ട്. അതിനുശേഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിപ്പെന്ന് പറയുന്നത് MSC ക്യാപ്റ്റോൺ 3 എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഞായറാഴ്ച 17/11/2024 ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സലാല പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം പോർട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ നീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 222.16 മീറ്റർ നീളവും 30.07 മീറ്റർ വീതിയുമാണുള്ളത്. ഇതിൻ്റെ സ്പീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9.8 ഇതിൻ്റെ സ്പീഡ് വരുന്നത്. ഇതിൻ്റെ ഡ്രാഫ്റ്റ് 8.7 ഇതിൻ്റെ ഡ്രാഫ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ 2 പ്രധാനപ്പെട്ട അസാപ്പിലെ 2 പ്രധാനപ്പെട്ട കോഴ്സുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ മെഡിക്കൽ കോഡിംഗ് ആൻഡ് മെഡിക്കൽ ബില്ലിംഗ് 254 മണിക്കൂറാണ് പഠിക്കേണ്ടത്. ഏത് ഡിഗ്രി പഠിച്ചവർക്കും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. ഡിഗ്രിയിൽ 60% മാർക്കുള്ളവർക്ക് ഈ കോഴ്സ് പഠിക്കാം. 28,800 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇതിൻ്റെ ട്രെയിനിങ് പാർട്ണർ CIGMA ആണ് എൻ്റെ ട്രെയിനിങ് പാർട്ട്ണർ. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് കാർഗോ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്. ഷിപ്പിൽ നിന്നും എയർ കാർഗോ വഴി പെട്ടെന്ന് മറ്റ് പോർട്ടുകളിൽ എത്തിക്കുന്നതിനും കസ്റ്റമർക്ക് എളുപ്പം പാർസൽ ലഭിക്കുന്നതിനും വേണ്ടി എയർ കാർഗോ കൈകാര്യം ചെയ്യുന്നതിന് അസാപ്പ് വഴി പഠിപ്പിക്കാൻ കഴിയുന്ന സാധ്യത വളരെ കൂടുതലുള്ള കോഴ്സാണ്. ഇതിൽ ഫീസ് വരുന്നത് 1,18,000 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇതിന് ലോൺ സംവിധാനം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാർഗോ ഓപ്പറേഷൻ എക്സിക്യൂട്ടീവിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1ാമത്തത് സ്പെഷ്യൽ കാർഗോ ഹാൻഡിലിംഗ്, 2ാമത്തത് കാർഗോ ഹാൻഡിലിംഗ് പ്രൊസീഡേഴ്സ്, 3ാമത്തത് ഹാൻഡിലിംഗ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് എയർപോർട്ട് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, 4ാമത്തത് IATA കാർഗോ ഏജൻറ്റ്, 5ാമത്തത് IATA റിക്കഗ്നേഷൻ, 6ാമത്തത് സ്ക്രീനിംഗ് ആൻഡ് സെർച്ചിങ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ബാഗസ്, 7ാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് പാർക്കിംഗ് എയർക്രാഫ്റ്റ്സ്, 8ാമത്തത് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ബാഗേജ്, 9ാമത്തത് പ്രൊട്ടക്ഷൻ കാർഗോ മെയിൽ കൊറിയർ, 10ാമത്തത് റെഗുലേറ്റഡ് ഏജൻറ്റ് സ്കീം ആൻഡ് ക്രൈറ്റീരിയ. ഈ കോഴ്സ് നിങ്ങൾ പുറത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് മുകളിൽ വരും. പക്ഷേ അസാപ്പ് വഴി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് 28,800 രൂപയ്ക്ക് പഠിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഇതൊരു നല്ല കോഴ്സാണ്. നല്ല തൊഴിൽ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു കോഴ്സാണ്. ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നൽകാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.